ബി പോസിറ്റീവ് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തെ ക്രമീകൃതമായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമായിരിക്കുന്ന ചില വിഷയങ്ങളാണ് ഇന്നു മുതൽ നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങുന്നത്. ഇന്ന് പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ടൈം മാനേജ്മെൻറ്റ്. സമയം നമുക്ക് ക്രമീകൃതമായ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുവാനായി ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശിഷ്ട അതിഥികളെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കളമശ്ശേരി ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകനായ സാബു മാത്യു നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കളമശ്ശേരി ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപികയായ റേച്ചൽ സജി നമ്മോടൊപ്പം ഉണ്ട്. പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. കളമശ്ശേരി ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിനികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ വന്നിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ സ്നേഹപൂർവ്വം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ടൈം മാനേജ്മെൻറ്റ്, സമയം നമുക്ക് എങ്ങനെ ക്രമീകരിക്കാനായി സാധിക്കും? ഇന്ന് സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഒന്നിനും സമയമില്ല. ആരോട് ചോദിച്ചാലും അവർ പറയും, അയ്യോ ഒന്നിനും സമയമില്ല, എല്ലാം ചെയ്തു തീർക്കാനായിട്ട് ഒക്കുന്നില്ല. വിദ്യാർത്ഥികളോട് നമ്മൾ ചോദിക്കും, എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ എന്ന് ചോദിച്ചാൽ വിദ്യാർത്ഥികൾ പറയും, അയ്യോ സമയം കിട്ടുന്നില്ല പഠിക്കാനായിട്ട്. സമയം കിട്ടാത്തത് കൊണ്ട് പലതും പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കുന്നില്ല. എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ ചോദിച്ചാൽ അവർ പറയും, അയ്യോ സമയമില്ല, ഒന്നും പൂർത്തീകരിക്കാനായിട്ടുള്ള സമയമില്ല. പോട്ടെ, എല്ലാം റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് സ്വസ്ഥമായി വീട്ടിൽ താമസിക്കുന്നവരോട് ചോദിച്ചാൽ അവർ പറയും, അയ്യോ ഇപ്പോഴാ ഒട്ടും സമയമില്ലാത്തത്, ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആവശ്യത്തിന് സമയം ഉണ്ടായിരുന്നു, റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്നിനും സമയമില്ല. അപ്പോൾ ആരോട് ചോദിച്ചാലും ഇന്ന് പറയുന്ന ഒരു സംഗതി, ഒന്നിനും സമയമില്ല. കാരണം നമ്മൾ വളരെ ബിസിയായിട്ടുള്ള ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ സമൂഹം എല്ലാ കാര്യത്തിലും വളരെ ബിസിയാണ്. ഇങ്ങനെയുള്ള ധൃതി പിടിച്ച ഈ ജീവിതത്തിനിടയ്ക്ക് അതിനോട് പൊരുത്തപ്പെടുവാൻ സാധിക്കാത്തതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഒരു പക്ഷെങ്കിൽ പലരും പറയുന്നത്, ഒന്നിനും സമയമില്ല, ഒന്നിനും സമയമില്ല എന്ന് പറയുന്നു. ഈ പറച്ചിൽ എത്രമാത്രം ശരിയാണ് എന്നുള്ളതാണ് ഇന്ന് ഈ ചർച്ചയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. അത് ശരിയാണെങ്കിൽ എങ്ങനെ നമുക്കതിന് പരിഹാരം കാണാൻ സാധിക്കും, അതും ഈ ചർച്ചയിലൂടെ ഉരുത്തിരിയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു, എല്ലാവരും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവരും പറയും, ഒന്നിന് സമയമില്ല, ഒന്നിന് സമയമില്ല. നിങ്ങൾ വിദ്യാർത്ഥി സമൂഹമാണല്ലോ. നിങ്ങൾ ഈ സാധാരണ പറയാറുണ്ടോ, പഠിത്ത കാര്യം ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴോ, ഓ സമയമില്ല, ഒന്നിന് സമയമില്ല, സാധാരണ നിങ്ങൾ പറയാറുള്ളൊരു സംഗതിയാണോ? എന്താ പറയുന്നു അദ്ദേഹം? പറയാറുണ്ട്. സമയം ഇല്ല എന്ന് പറയാറുണ്ട് എന്നാ പറഞ്ഞത്. അത് ഈ പഠിത്ത കാര്യം ചോദിക്കുമ്പോഴാണോ അതോ അല്ലാത്തപ്പോഴെപ്പോഴും അങ്ങനെയാണോ? ഇതിലും പഠിത്തകാര്യം പറയുമ്പോഴാണ്. പഠിത്ത കാര്യം പറയുന്ന ഉടനെ സമയമില്ല എന്ന് ഞാൻ സാധാരണ പറയാറുണ്ട് അല്ലേ? ഓക്കെ, താങ്ക് യു. ഇദ്ദേഹം എന്തോ പറയാനായിട്ട് ശ്രമിക്കുകയാണല്ലോ, പറഞ്ഞാട്ടെ. ഞാനും പറയാറുണ്ട് ഇതേപോലെ തന്നെ, സമയം കിട്ടാറില്ല പഠിക്കാനൊന്നും, അങ്ങനെയൊക്കെ ഞാനും പറയാറുണ്ട്. ഈ പഠിത്തത്തിന്റെ കാര്യം വരുമ്പോഴേ അത് പറയാറുള്ളൂ? എല്ലാത്തിലും പറയാറുണ്ട്. എല്ലാത്തിലും ഞാൻ പറയാറുണ്ട്, സമയമില്ല സമയമില്ല എന്ന് പറയാറുണ്ട്. ഓക്കെ, താങ്ക് യു. നിങ്ങളെല്ലാവരും സാധാരണ പറയാറുള്ളൊരു സംഗതിയാണോ സമയമില്ല സമയമില്ല എന്നുള്ളത്? സാധാരണ പറയുന്ന എല്ലാവരും പറയാറുള്ളൊരു സംഗതിയാണ്. നിങ്ങൾ ഈ പറയുന്ന പറച്ചിൽ എത്രമാത്രം ശരിയാണ് എന്ന് നമുക്ക് നോക്കാം. ഒരു ദിവസത്തിന് 24 മണിക്കൂറുണ്ടെന്നുള്ളത് നിങ്ങൾ സമ്മതിച്ചല്ലോ, സമ്മതിച്ചു. ഈ 24 മണിക്കൂറിൽ ഉറങ്ങാനായിട്ട് നിങ്ങൾ സാധാരണ എത്ര സമയം എടുക്കും? 8 മണിക്കൂർ. 8 മണിക്കൂർ ഉറങ്ങുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ? അത് നല്ല കാര്യമാണ്. നല്ല ഉറക്കമെന്ന് പറയുന്നത് ആരോഗ്യത്തിന് ആവശ്യമായ ഒരു സംഗതിയാണ്. എന്നാൽ വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഒരു 6 മണിക്കൂർ ഉറക്കം മതി. എന്നാൽ 8 മണിക്കൂർ ഉറങ്ങേണ്ട
സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ ഉറങ്ങിക്കൊള്ളുക, വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ 8 മണിക്കൂർ, 24 മണിക്കൂറിൽ നിന്ന് 8 മണിക്കൂർ പോയാൽ ബാക്കി എത്ര മണിക്കൂറുണ്ട്? ബാക്കി 16 മണിക്കൂറുണ്ട് അല്ലേ? ഈ 16 മണിക്കൂർ നിങ്ങൾ സാധാരണ എന്താ ചെയ്യുന്നത്? അതിൽ പഠിക്കാൻ എത്ര സമയം എടുക്കുമെന്ന് പറയാമോ? സാധാരണ ഈ 16 മണിക്കൂറിൽ പഠിക്കാനായിട്ട് നിങ്ങൾ എത്ര സമയം എടുക്കും? 2 മണിക്കൂറേ പഠിക്കാനായിട്ട് ഉപയോഗിക്കുള്ളൂ. ഓ, ഈ 16 മണിക്കൂറിൽ 2 മണിക്കൂറേ പഠിക്കാനായിട്ട് എടുക്കുന്നുള്ളൂ. ക്ലാസ്സിൽ പോകുന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് ഒരു മണിക്കൂറോ 2 അതായത് മണിക്കൂർ. ക്ലാസ്സിൽ പോകുന്നുണ്ടെങ്കിലും അത് പഠിത്തമല്ല എന്നാ ഇദ്ദേഹം പറയുന്നേ. കേട്ടിരിക്കും. പഠിക്കണം എന്ന് പറയാനായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് നമ്മ ഒരു 8 മണിക്കൂറിൽ 2 മണിക്കൂർ. അപ്പൊ ഈ ക്ലാസ്സിൽ ബാക്കിയുള്ള സമയത്ത് ഈ കുറച്ച് സമയം നിങ്ങൾ ശ്രദ്ധിക്കും, ബാക്കിയുള്ള സമയം എന്ത് ചെയ്യാ? നമ്മൾ നോക്കിയിരിക്കണം, നമ്മളെ ഗ്രഹിക്കുന്നില്ല. ചുമ്മാതിങ്ങനെ നോക്കിയിരിക്കും. അപ്പൊ മനസ്സെവിടെയാ? മനസ്സ് പലയിടത്തൂടെ ഇങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുക, യാത്ര സ്വപ്നം കാണുക അല്ലേ? അപ്പൊ ക്ലാസ്സിൽ 5 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിലും 2 മണിക്കൂറേ അവിടെ ശരിക്കും പഠിക്കുന്നുള്ളൂ. ബാക്കി 3 മണിക്കൂർ സ്വപ്ന ലോകത്തിലാണെന്ന് ഇദ്ദേഹം പറയുന്നത് അല്ലേ? സ്വപ്ന ലോകത്തിലും വർത്തമാനത്തിലും പല ചിന്തകളിലായിരിക്കും. അപ്പൊ വർത്തമാനം ഇടയ്ക്ക് ഇരുന്നുകൊണ്ട് വർത്തമാനം പറയും, പല ചിന്തകള്, സ്വപ്നങ്ങൾ. ഇദ്ദേഹം പറഞ്ഞതിനോട് നിങ്ങൾ ആരെങ്കിലും യോജിക്കുന്നുണ്ടോ? നിങ്ങളെല്ലാവരും യോജിക്കുക അതിനോട് അല്ലേ? അപ്പൊ 16 മണിക്കൂറുള്ള ഇതിൽ 2 മണിക്കൂറേ പഠിക്കുന്നുള്ളൂ. 2 മണിക്കൂറേ പഠിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നോട് പറയുക പഠിക്കാൻ സമയം കിട്ടുന്നില്ലെന്ന്. ഈ 2 മണിക്കൂർ നിങ്ങൾ അവിടെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നു എന്നാണ് പറയുന്നത്. ബാക്കി സമയം നിങ്ങൾ സ്വപ്ന ലോകത്തിൽ പോകുന്ന സമയമുണ്ട്. സ്വപ്ന ലോകത്തിൽ ഒരു ഡ്രീമി വേൾഡ്, നിങ്ങളിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് പോകും. അതിന് കുറേ സമയം നിങ്ങൾ എടുക്കും അല്ലേ? സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ പോകുന്ന കുറേ സമയം എടുക്കും. അതിനിടയ്ക്ക് ഇദ്ദേഹം പറഞ്ഞു, നിങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടൊക്കെ ഇടയ്ക്കിരിക്കും അല്ലേ? അതിന് പാസ്റ്റ് ടൈം എന്നാണ് അതിന് പറയുന്നത്. പാസ്റ്റ് ടൈം, ചുമ്മാതെ വർത്തമാനമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രസിക്കുക, അതിന് പാസ്റ്റ് ടൈം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കുറച്ച് സമയമുണ്ട്, സ്വപ്ന ലോകത്തിലേക്ക് പോകുന്ന സമയമുണ്ട്, ഇങ്ങനെ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് രസിച്ചിരിക്കുന്ന പാസ്റ്റ് ടൈമുണ്ട്. നിങ്ങൾ സാധാരണ രാവിലെ എണീറ്റാലേ സാധാരണഗതിയിൽ മുഖം കഴുകും, പല്ല് തേക്കും, പല്ലതൊക്കെ തേക്കുന്നവരാണല്ലോ അല്ലേ? മുഖം കഴുകും, പല്ല് തേക്കും, ഇങ്ങനെയൊക്കെയുള്ള ചില സംഗതികളൊക്കെ. ഇതിന് റിച്വൽ എന്നാണ് പറയുന്നത്. റിച്വൽ എന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങ് പോലെ അങ്ങ് നടക്കുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, റിച്വൽ എന്ന് പറയും. അപ്പം നമ്മുടെ ജീവിതത്തിൽ റിച്വലിന് വേണ്ടി കുറേ സമയമുണ്ട്, പാസ്റ്റ് ടൈമിന് കുറേ സമയമുണ്ട്, സ്വപ്നം കാണാൻ കുറേ സമയമുണ്ട്, ഉല്ലസിക്കാനും ഒക്കെ വർത്തമാനം പറയാനും ഒക്കെ കുറേ സമയമുണ്ട്, അതിനിടയ്ക്ക് പഠിക്കാനും കുറേ സമയം ഉണ്ട്, ഉറങ്ങാൻ മേജർ സമയം നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ വിവിധ രീതിയിലാണ് നിങ്ങളുടെ സമയത്തെ നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാണ് നിങ്ങൾ പറഞ്ഞത് അല്ലേ? അത് വളരെ ശരിയായൊരു സംഗതിയാണ്. ഞങ്ങളുടെ സമയം ഇല്ല എന്ന് ഞങ്ങൾ പലപ്പോഴും പറയുമ്പോൾ ഇപ്പം ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു. ശരിക്കും പറഞ്ഞാൽ 2 മണിക്കൂറിൽ കൂടുതൽ ഞങ്ങൾ പഠിക്കുന്നില്ല. ആ 2 മണിക്കൂർ പഠിക്കുന്നുണ്ടോ എന്ന് തന്നെ നമുക്കൊന്ന് നോക്കാം. ഇത് കൂടാതെ മറ്റു ചില കാര്യങ്ങൾക്ക് നിങ്ങൾ സമയം ഉപയോഗിക്കാം. വർക്ക്, നിങ്ങളുടെ പല രീതിയിലുള്ള ജോലികൾ, ഓഫീസ് പഠിത്തം കഴിഞ്ഞ് എവിടെയെങ്കിലും പോയി ജോലി ചെയ്യുന്നവർ കാണും, അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ ചില ജോലികളൊക്കെ ചെയ്യുന്നവർ കാണും. അങ്ങനെയൊക്കെയുള്ളതിനൊക്കെ കുറേ സമയങ്ങളൊക്കെ ഉപയോഗിക്കും. പിന്നെ കൂട്ടുകാരുമായിട്ടൊരു ആത്മാർത്ഥ ബന്ധത്തിൽ നിന്നുകൊണ്ടൊക്കെ വർത്തമാനമൊക്കെ പറയത്തില്ലേ, ഇടപെടത്തില്ലേ, ഒരു ഇൻറ്റിമസി ലെവല്, അതിന് കുറേ സമയമൊക്കെ നമ്മൾ ഉപയോഗിക്കും. പല രീതിയിലാണ് നമ്മുടെ സമയം നമ്മൾ കളയുന്നത്. ഏതൊക്കെ രീതിയിൽ നമ്മുടെ സമയം ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഈ സമയത്തെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ആക്കി തീർക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണല്ലോ നമ്മളിത് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ സാബു സാറിനോടൊന്ന് ചോദിക്കാം. സാറേ, ഈ കോളേജിൽ വരുന്ന ഈ വിദ്യാർത്ഥികൾ അവർ പറയുന്നു 2 മണിക്കൂർ മാത്രമേ ക്ലാസ്സിൽ അവർ ശ്രദ്ധിക്കുന്നുള്ളൂ. ഇതിനെക്കുറിച്ച് ഈ അധ്യാപകൻ എന്നുള്ള നിലയിൽ സാറിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു അവയർനെസ് ഉണ്ടോ? അവരെ ഈ കൂടുതൽ പഠനത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള ഏതെങ്കിലും ശ്രമങ്ങൾ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ടോ? അതിനെക്കുറിച്ച് സാറൊന്ന് വ്യക്തമാക്കാമോ? ഞങ്ങൾ മാക്സിമം പിള്ളേരെ അവയർനെസ് ശ്രദ്ധിക്കാൻ വേണ്ടി സ്മാർട്ട് ബോർഡ് സിസ്റ്റം ഞങ്ങളുടെ IT-യിൽ സ്ഥാപിച്ചിട്ടുണ്ട്. സ്മാർട്ട് ബോർഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ വീഡിയോ ക്ലിപ്പിങ്സ് കാണിക്കുക, അതേപോലെ തന്നെ മാഗ്നറ്റിക് പെൻ ഉപയോഗിച്ചുള്ള ഡ്രോയിങ്സുകൾ കാണിക്കുക, ഈ രീതിയിലുള്ള കുറേ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അവരുടെ ശ്രദ്ധയെ കൂടുതൽ ഇങ്ങോട്ട് തിരിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും. കാരണം പഴയ ടീച്ചിങ് മെത്തേഡ് ഇപ്പോൾ മാറിയിട്ട് ഇപ്പോൾ സ്മാർട്ട് ബോർഡ് സിസ്റ്റം എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും എല്ലാ സ്കൂളുകളിലും
ആ സിസ്റ്റമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റം ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഉപരി വിഷ്വലൈസിങ് കാണുമ്പോൾ കൂടുതൽ അവർ ഗ്രഹിക്കാനും അതിനെ കൂടുതൽ പഠിക്കാനുമുള്ള ഒരു ടെംപ്റ്റേഷൻ അവർക്കുണ്ടാകുകയാണ്. അവരുടെ ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് കൂടുതലായിട്ട് വരുമെന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്രാക്ടിക്കൽ ടൈം ആണെങ്കിൽ അവരെല്ലാവരെയും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഓരോ എക്യുപ്മെൻസും അവർക്കത് കൊടുത്തിട്ട് അതിലൂടെ അവരെ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ അവരുടെ ശ്രദ്ധ ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തികളായിട്ട് ഈ വിദ്യാർത്ഥികളെ അറ്റൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടെന്നാണോ സാർ പറയുന്നത്? തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകത്തക്ക രീതിയിലുള്ള ടീച്ചിങ് സംവിധാനമാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളതെന്നാണ് സാറ് പറയുന്നത്. അത് നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റിന് കൂടുതൽ സഹായകരമായി തീരും എന്നാണ് പറയുന്നത്. റേച്ചൽ ടീച്ചറെ, ഈ വിദ്യാർത്ഥിനികൾ ആണോ അതോ വിദ്യാർത്ഥികളാണോ സാധാരണഗതിയിൽ കൂടുതൽ അറ്റൻറ്റീവായിട്ടിരിക്കുന്നത്, കൂടുതൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകുന്നത്? അങ്ങനെ ഒരു ഡിഫറൻസ് ഏതെങ്കിലും രീതിയിൽ നോട്ട് ചെയ്തിട്ടുണ്ടോ? കൂടുതലും ഗേൾസ് കൂടുതലും ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നതായിട്ട് കാണാറുണ്ട്. ബോയ്സിന് കൂടുതലും മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ പോകും. എങ്കിലും ബോയ്സ് ശ്രദ്ധിക്കുന്ന ടൈം, ആ കുറച്ച് ടൈം ആണെങ്കിലും അവർ നന്നായി അത് ഗ്രാസ്പ് ചെയ്യാനും അതിൻ്റെ ഡെപ്തിലേക്ക് അവർ എത്തുവാനുള്ളൊരു ശ്രമം നടത്താറുണ്ട്. ഈ വിദ്യാർത്ഥിനികൾ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് എന്നാ ടീച്ചറിന്? അവർ അറ്റൻറ്റീവായിട്ട് ഇരിക്കുന്നു. അപ്പിയറൻസിൽ അങ്ങനെ നമുക്ക് ഓ, തോന്നുന്നു. ഒരു അപ്പിയറൻസിൽ അവരങ്ങനെ ഇരുന്ന് തരുന്നു എന്നുള്ളതാണ് അല്ലേ? അവർ തന്നെ പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഈ അപ്പിയറൻസിൽ അറ്റൻഡ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്, പക്ഷേ ഞങ്ങൾ പോകുന്നത് വേറെ ലോകത്തിലാണെന്നാണ് പറഞ്ഞത്. അപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുവരുവാനും നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് പഠനത്തിൽ കൂടുതലാകുവാനുമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് ഈ അധ്യാപകരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് നിങ്ങൾ എഗ്രി ചെയ്യുന്ന സംഗതിയാണല്ലോ അല്ലേ? അത് വളരെ നല്ല ഒരു സംഗതിയാണ്. ഈ സമയമില്ല എന്ന് പറയുന്നുടനെ സാധാരണ അതിൻ്റെ പിറകിലുള്ള നമ്മുടെ ഉദ്ദേശം എന്നാ, ആ മോട്ടീവ് എന്നാ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചെയ്തോന്ന് ചോദിച്ചാൽ, സമയം കിട്ടിയില്ല. അവിടെ പോയോ, അയ്യോ പോകാൻ സമയം കിട്ടിയില്ല. അത് കണ്ടോ, അയ്യോ അത് കാണാൻ സമയം കിട്ടിയില്ല. ഇങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ പിറകിലുള്ള ഒരു ലക്ഷ്യമുണ്ട്, ഉദ്ദേശമുണ്ട്. അതെന്താണെന്നൊന്ന് പറയാമോ നിങ്ങൾക്ക്? ഓരോ കാര്യങ്ങളിൽ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ അങ്ങനെ പറയാറുണ്ട്. ഇപ്പോൾ സമയം കിട്ടുന്നില്ല അങ്ങനെ നമ്മൾ പറയാറുണ്ട് എന്തെങ്കിലും ഒരു കാര്യം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ വലിയൊരു സത്യമാണ്. അതായത് സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നത് ചുമ്മാതാ. ഞങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി പറയുകയാണ്. കൂടുതൽ ഓരോ കാര്യത്തിൽ നിന്ന്, ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഒരു ടെൻഡൻസിയാണ് അതിൻ്റെ പിറകിൽ കാണുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത് അല്ലേ? ഓക്കെ, ഈ പറഞ്ഞതിനോട് ഇദ്ദേഹം യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു മനുഷ്യനിൽ ഉള്ള മടി, അലസത, കാര്യങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് അവനാ ഒരു കഴിവില്ലായ്മയാണ് അവൻ അതിലൂടെ കാട്ടുന്നത്. ഈ മടിയിൽ നിന്ന് ഒരു എക്സ്ക്യൂസ് കണ്ടെത്തണം അല്ലേ? അതിനുവേണ്ടിയാണ് മനുഷ്യർ പറയുന്നത്. സമയമില്ലെന്ന് സ്വാഭാവികമായി ഇപ്പൊ ഞങ്ങളെ പോലുള്ളവരാണെങ്കിലും പറയാറുണ്ട്. ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നതായിരിക്കും. പക്ഷെ അതിലുപരി നമ്മളത് ചെയ്യാതെ നമ്മളിലുള്ള മടിയും അലസതയും മാത്രം നമ്മൾ കണ്ടുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ അതിൽ നിന്ന് എപ്പോഴും ഒഴിഞ്ഞു മാറാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, തൻ്റെ മടിയുടെ ഫലമായിട്ട് ഈ ഒഴിഞ്ഞു മാറുന്നതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നൊരു വാക്കാണ് പലപ്പോഴും സമയമില്ല എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഈ രണ്ട് കാരണങ്ങളാണ് ഇവർ പറഞ്ഞത്. ഞങ്ങൾക്ക് സമയമില്ല എന്ന് ഞങ്ങൾ പറയുന്ന ഉടനെ അതിൻ്റെ പിറകിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുമോ? ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന് എന്നാ തോന്നുന്നു? വേറെ എന്തെങ്കിലും കാരണം അതിൻ്റെ പുറകിലുണ്ടോ? സമയമില്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്നാ ഉദ്ദേശിക്കുന്നേ? കള്ളം പറയാൻ നേരത്തെ പറയാറുണ്ട് സമയമില്ല എന്ന്. അതായത് ഒരു വ്യക്തിനോട് ഇന്ന സമയത്ത് എത്താന്ന് പറഞ്ഞിട്ടുണ്ട്, എത്താൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ പറയാറുണ്ട് സമയമില്ല. അതായത് ഒരു കള്ളം പറച്ചിലിന്റെ ഭാഗമായിട്ട് സമയമില്ല എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്നുള്ള. അപ്പൊ ഇവിടെ പറഞ്ഞതെല്ലാം ഏകദേശം ഒരേ അർത്ഥമാണ് വരുന്നത്. ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, മടി മുഖാന്തരം അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരിക്കുക, പിന്നെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം, ഇതൊക്കെയാണ് പറയുന്നത് അല്ലേ? ഓക്കെ, താങ്ക് യു. ഇരുന്നാൽ അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ സമയമില്ല എന്ന് പറയുന്നത്, നിങ്ങൾ പറഞ്ഞ ഉത്തരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ശരിക്കും സമയമില്ലാഞ്ഞിട്ടല്ല, രക്ഷപ്പെടാനുള്ളൊരു മാർഗമായിട്ടാണ് ഇത് പറയുന്നത്. ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ളൊരു മാർഗമായിട്ടാണ് ഞാനിത് പറയുന്നത്. പലപ്പോഴും എൻ്റെ മടി കൊണ്ട് ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്ന ഒരു സംഗതിയാണ്. സമയമില്ല, പക്ഷേ സമയമുണ്ട്. ഞാൻ ഇതിനകത്തുനിന്ന് ഒഴിഞ്ഞു മാറുകയാണ്.
നമ്മൾ അഥവാ ഇത് ചെയ്തു തീർക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല, സമയമില്ല എന്ന് പറയുന്നതിന് പകരം ഇത് ചെയ്തു തീർക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്നാ സംഭവിക്കാൻ പോകുന്നേ? ഇന്നത്തെ ഇത് പഠിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല, ഇന്നടത്ത് പോകാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല, അങ്ങനെ പറഞ്ഞാൽ എന്നാ സംഭവിക്കും? അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ ഇത് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലേ? കുഴപ്പമില്ല. പിന്നെന്തിനാ പറയുന്നത് സമയമില്ലെന്ന്? സമയമില്ലെന്ന് പറയുന്ന ഒരു രക്ഷപ്പെടാനുള്ള ഒരു കള്ളത്തരോ ആലപ്പോഴും പറയുന്നതെന്നാ പറഞ്ഞത്. അപ്പം ഞാനിത് എന്നെ കൊണ്ട് അത് ചെയ്യാൻ സാധിച്ചില്ല സാറേ, അല്ലെങ്കിൽ ചെയ്യാൻ സാധിച്ചില്ല ഫാദറെ എന്ന് ആരോടെങ്കിലും ഒക്കെ ഒന്ന് പറയുകയാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ലെങ്കിൽ പിന്നെ അങ്ങനെ പറയുന്നതിന് എന്നാ? മടിയായിരിക്കാം. ആ മടിയായിരിക്കും അങ്ങനെ പറയുന്നത്. അപ്പൊ കുഴപ്പമുണ്ടെന്നാ അതിന്റെ അർത്ഥം. അങ്ങനെ പറഞ്ഞാൽ എന്തോ കുഴപ്പമുണ്ടെന്ന അർത്ഥം അല്ലേ? ഇരുന്നാട്ടെ, ഓക്കെ. അങ്ങനെ പറഞ്ഞാൽ അതിനകത്ത് ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് എന്നെ കൊണ്ട് മനസ്സില്ലെന്നാ. ഞാനത് ചെയ്യാഞ്ഞതിൻ്റെ കാരണക്കാരൻ ഞാനാ, പക്ഷെ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് ഏറ്റെടുക്കാൻ വയ്യ. പഠിക്കാതിരിക്കുന്നതിൻ്റെ കാരണക്കാരൻ ഞാനാ, അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എനിക്ക് വയ്യ. അപ്പോൾ പിന്നെ ഞാൻ എന്നോ പറയും, എന്നെ കൊണ്ട് പഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സമയം ഒട്ടും കിട്ടുന്നില്ല, അല്ലെന്ന് വരികിൽ നമ്മൾ ആ ഉത്തരവാദിത്വം മറ്റുള്ളവരെ ഏൽപ്പിക്കും. എൻ്റെ കൂടെ ഒക്കെ 2 കൂട്ടുകാരന്മാരുണ്ട്, ആമാരുടെ വർത്തമാനം ഒന്ന് നിന്നിട്ട് വേണ്ടേ വല്ലതും ഒന്ന് ശ്രദ്ധിക്കാൻ. അപ്പം ഞാൻ പഠിക്കാതിരിക്കുന്നതിൻ്റെ ഉത്തരവാദി ആരാ? കൂട്ടുകാർ. അധ്യാപകരെ ചിലർ വഴി പറയും, ആ സാറ് പഠിപ്പിച്ച ഒന്നും മനസ്സിലാകത്തില്ല, അതുകൊണ്ട് എനിക്കൊന്നും ജയിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അധ്യാപകരെ നമ്മൾ കുറ്റം പറയും. ഈ വീട്ടിലോട്ട് വന്നാൽ എങ്ങനെയാവല്ലോ പഠിക്കുന്നത്? ഈ വീട്ടിലെ അന്തരീക്ഷം ഇതല്ലേ? അപ്പോൾ മാതാപിതാക്കളെ നമ്മൾ കുറ്റം പറയും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്ന് വരികിൽ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നില്ല. കാരണം എന്നാ? നമ്മൾ ഈ ഉത്തരവാദിത്വം മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ പഴിചാരിക്കൊണ്ടിരിക്കുക. മറ്റുള്ളവരിലേക്ക് പഴിചാരുന്നതിൻ്റെ അനന്തര ഫലം എന്നാ? നമ്മുടെ ഒരു പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ മറ്റുള്ളവരിൽ പഴിചാരിയാൽ നമുക്കുണ്ടാകുന്ന കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല, നമുക്കൊരു കുഴപ്പവുമില്ല അല്ലേ? അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയാം, സിജോ പരീക്ഷയ്ക്ക് തോറ്റു എന്ന് വയ്ക്കുക. അദ്ദേഹം ജയിക്കുന്ന ആളായിരിക്കാം, ഞാൻ ഉദാഹരണം പറയുക. അപ്പോൾ പരീക്ഷയ്ക്ക് തോറ്റു കഴിഞ്ഞപ്പോൾ സിജോ എന്താ പരീക്ഷയ്ക്ക് തോറ്റത് എന്ന് ചോദിക്കുമ്പോൾ സിജോ പറയും, ആ സാറ് പഠിപ്പിച്ചാൽ എങ്ങനെയാ ജയിക്കുന്നേ? അല്ലെ ഞങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷം ഇതാണ്, ഞാൻ എങ്ങനെയാ പഠിക്കുന്നേ? എൻ്റെ കൂട്ടുകാർ ഇതേ രീതിയിലുള്ളവരാണ്, ഞാൻ എങ്ങനെയാ പഠിക്കുന്നേ? അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ പറയും. അതെന്തുകൊണ്ടാ? അതങ്ങനെ ഒരു ശീലമായി പോയി അല്ലേ? അപ്പം നമുക്ക് ശീലമായ ചില ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റേണ്ടതായിട്ടുണ്ട് അല്ലേ? അങ്ങനെ തോന്നുന്നുണ്ടോ? ഈ ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റണോ? അപ്പൊ ഉത്തരവാദിത്തങ്ങൾ, എൻ്റെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരിലേക്ക് ഞാൻ ഭരമേൽപ്പിക്കുന്ന ഈ ശീലം എന്നെ സഹായിക്കുന്നില്ല. കാരണം എന്താണെന്ന് അറിയാവോ? ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവന് മാത്രമേ അത് കറക്റ്റ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവന് മാത്രമേ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് വരാൻ ഒക്കത്തുള്ളൂ. ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവന് മാത്രമേ വളരാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കുഴപ്പം കൊണ്ടാണ് പഠിക്കാതിരുന്നത്, ഞാൻ പഠിക്കാതിരുന്നത് കൊണ്ടാണ് പരാജയപ്പെട്ടത്. ആ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തെങ്കിലേ പിന്നെ പഠിക്കാനായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. മറ്റൊരു മുഖാന്തരമാണ് ഞാൻ തോറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നന്നാകേണ്ടത് മറ്റവരല്ലേ, നമ്മളാണോ? ഇല്ല. അപ്പം നമ്മുടെ ഉത്തരവാദിത്വം എവിടെ പോയി? സമയമില്ല എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞ് മാറുകയാണ് ചെയ്യുന്നത്. സാറേ, ഈ പഠനത്തിലും അവരുടെ ദൈനംദിന ജീവിതത്തിലും കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരായി തീരുവാൻ ഈ ടൈം സ്ട്രക്ചറിങ്ങിൽ അവർ ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശങ്ങൾ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ സാബു സാറിന് കൊടുക്കാൻ സാധിക്കുമോ? തീർച്ചയായും. കാരണം നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഇന്ന് ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്താൽ വളരെ നന്നായിരിക്കും. രണ്ടാമത്തെ കാര്യം, നാളെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, അതിന് മുന്നേ ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, ടോയ്ലറ്റിൽ പോകുന്നു, മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഇന്ന് ഞാൻ എന്ത് പഠിക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു തിങ്കിങ് മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് സ്കൂളിലോ ക്ലാസ്സിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ ഈ ടൈം മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യാനും അതിൽ നിന്നുള്ള ഉന്നത വിജയം നേടാൻ അവന് സാധിക്കും. അതായത് ഒരു പ്ലാനിങ് നിങ്ങൾക്കുണ്ടെന്ന് വരികിൽ
നിങ്ങൾക്ക് ഈ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുകയോ യോജിക്കാതിരിക്കുകയോ ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. യോജിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട് കേട്ടോ. അപ്പം സാറ് പറഞ്ഞത് നിങ്ങൾക്ക് ഒരു പ്ലാനിങ് ഉണ്ടെന്ന് വരികിൽ നിങ്ങൾക്ക് സമയം കുറച്ചുകൂടെ തക്കത്തിൽ ഉപയോഗിപ്പാൻ സാധിക്കും എന്നുള്ളതാണ് സാറ് പറയുന്നത്. ഒരു പ്ലാനിങ് ഉണ്ടെന്ന് വരികിൽ അത് നടക്കും. വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടോ റേച്ചൽ ടീച്ചറെ കൊടുക്കാനായിട്ട് ഇവർക്ക് ഈ പ്ലാനിങ് അല്ലാതെ? ടൈം പ്ലാൻ ചെയ്യുന്നത് ഒരു ഹോംവർക്ക് പോലെ ആക്കുക. നാളത്തെ പറ്റി ഇന്ന് പ്ലാൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രെസ് കുറയും. പിറ്റേന്ന് എഴുന്നേറ്റ് എല്ലാത്തിലും തിരക്കിട്ട് ഓടി നടക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഏകാഗ്രതയോടെ വളരെ നമുക്ക് കൂടുതൽ ടൈം എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് അവിടെ കിട്ടുന്നു. അപ്പോൾ അത് കൂടുതലും നമ്മളുടെ ജീവിതത്തിന്റെ, അതായത് ടീച്ചർ പറയുന്ന നിങ്ങൾക്കൊരു ടൈം ടേബിൾ പോലെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കാമെങ്കിൽ ഓരോ സമയത്തും എന്ത് ചെയ്യണം, എന്ത് പഠിക്കണം, ഏത് കാര്യങ്ങളിൽ ഇൻവോൾവ് ആകണം, അങ്ങനെ ഒരു ടൈം ടേബിൾ പോലെ ഒരു ക്രമീകൃതമായ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ സമയത്തെ കൂടുതൽ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ് ടീച്ചർ പറയുന്നത്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ചില സമയങ്ങളിൽ നമുക്ക് എക്സ്ട്രാ അവേഴ്സ് കിട്ടും. അങ്ങനെ എക്സ്ട്രാ അവേഴ്സ് കിട്ടുമ്പോൾ എന്ത് ചെയ്യണമെന്നാ നിർദ്ദേശം അവർക്ക്? ആ സമയങ്ങളിൽ അവർക്ക് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ചില വർക്കുകളുണ്ടെങ്കിൽ അത് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ മൈൻഡ് കോൺസെൻട്രേറ്റ് ഒരു റിലാക്സിങ് ചെയ്യാൻ വേണ്ടിയുള്ള ആ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ക്രമീകരിക്കാം. റിലാക്സേഷൻ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അവർക്ക് നോക്കിയാൽ അത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതോടൊപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു സംഗതി, പ്രയോറിറ്റീസ് നിശ്ചയിക്കുക. പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ മുൻഗണന. ജീവിതത്തിൽ മുൻഗണന നിശ്ചയിപ്പാനായിട്ട് സാധിച്ചാൽ ആ മുൻഗണനാ ക്രമത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ പരീക്ഷയാണ്. ഇന്ന് ഇവിടെ അടുത്ത സ്റ്റേഡിയത്തിൽ ഒരു നല്ല കളിയുണ്ട്. വെസ്റ്റ് ഇൻഡീസ് ടീം ആരെങ്കിലും വന്നുള്ള ഒരു ക്രിക്കറ്റ് കളിയാണ്. നിങ്ങൾക്ക് കളി കാണണമെന്ന് വലിയ ആഗ്രഹമാണ്. അതേസമയത്ത് നാളെ പരീക്ഷയുമാണ്. ഇതിലേതാണ് നിങ്ങളുടെ പ്രയോറിറ്റി? എക്സാമിനേഷൻ ആണോ പ്രയോറിറ്റി? അപ്പം പ്രയോറിറ്റി എക്സാമിനേഷൻ ആണെങ്കിൽ എന്തിലായിരിക്കും അപ്പം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? എക്സാമിനേഷനിലാണ് അല്ലേ? അപ്പോൾ ജീവിതത്തിൽ പ്രയോറിറ്റി നിശ്ചയിപ്പാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കണം. മുൻഗണന നിശ്ചയിക്കണം. എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ചെയ്ത് തീർക്കേണ്ടത് ഏതിനാണ് മുൻഗണന കൊടുക്കുന്നത്? എൻ്റെ ലൈഫിൽ ഞാൻ ഏതിനാണ് മുൻഗണന കൊടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പ്രയോറിറ്റി നിശ്ചയിപ്പാൻ സാധിക്കും. സമയം കൂടുതൽ ലാഭകരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. രണ്ടാമത് ഇവിടെ പറഞ്ഞതുപോലെ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ ഒരു പ്ലാനിങ് നിങ്ങൾക്കുണ്ടാകണം. ഇന്ന സമയത്ത് ഇന്നത് ചെയ്യും, ഇന്ന സമയത്ത് ഇന്നത് ചെയ്യും. അങ്ങനെ ഒരു ടൈം ടേബിൾ, ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ സമയത്തെ കുറച്ചുകൂടെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതി, നിങ്ങളുടെ ജീവിതത്തിൽ ചില സംഗതിയോട് നോ പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. നോ പറയുക എന്ന് പറഞ്ഞാൽ ചില സംഗതികളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇൻവോൾവ് ആയി പോകും. അപ്പോൾ അവിടെ നോ പറയാൻ സാധിക്കുകയാണെന്ന് വരികിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ സാധിക്കും. ഈ ഫോട്ടോഗ്രാഫിയെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. നല്ല ഫോട്ടോ അല്ലെ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ആ ഫ്രെയിമിനകത്ത് ഫോട്ടോയ്ക്കകത്ത് എന്തൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, എന്തൊക്കെ അതിനകത്ത് ഇല്ല എന്നുള്ളതും കൂടെയാണ്. ആവശ്യമില്ലാത്തതിനെ അതിനകത്ത് ഉൾപ്പെടുത്താതിരിക്കുന്നതാണ് ഒരു ഫോട്ടോഗ്രാഫറുടെ ഏറ്റവും വലിയൊരു കഴിവെന്ന് പറയുന്നത്. ആവശ്യമില്ലാത്തതിനെ ഉൾപ്പെടുത്താതിരിക്കുക. ജീവിതത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത പല സംഗതികൾ അല്ലെങ്കിൽ അത്യാവശ്യമില്ലാത്ത പല സംഗതികളുണ്ട്. അതിനോട് നോ പറയാനായിട്ട് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് സാധിക്കും. നോ പറയും. ഉദാഹരണം പറയുകയാണ്, നിങ്ങൾ ഇപ്പം എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നവരാ, സെൽഫോൺ ഉപയോഗിക്കുന്നവരാ. അതിനകത്ത് കൂട്ടുകാരോട് സംസാരിച്ച് അങ്ങോട്ട് തുടങ്ങുമ്പോൾ മണിക്കൂറുകൾ സംസാരിക്കും. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പോയാലും 2 മിനിറ്റ് പോലെ നിങ്ങൾക്ക് തോന്നത്തുള്ളൂ. ഈ 2 മണിക്കൂർ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പഠിക്കാനുള്ള സമയം മുഴുവനും പോയി എന്ന് വരാം. അങ്ങനെയാണെന്ന് വരികിൽ ഇപ്പം കൂട്ടുകാരോട് സംസാരിക്കാതിരിക്കാൻ നോക്കുമോ? പിന്നെ എന്നെ ചെയ്യാൻ നോക്കും? കൂട്ടുകാരോടായാലും സംസാരിക്കാതിരിക്കാൻ ഒക്കത്തില്ല, പിന്നെ എന്നെ ചെയ്യാൻ നോക്കും? ഒരു ലിമിറ്റ് വെക്കാൻ അത് നല്ലൊരു സജഷനാണ്. അതായത് ഞാൻ വർത്തമാനം കൂട്ടുകാരോട് പറയുമ്പോൾ ഒരു ടൈം ലിമിറ്റ് ഞാൻ വയ്ക്കും. ആ ടൈം ലിമിറ്റിനുള്ളിൽ എൻ്റെ വർത്തമാനം തീർക്കും. അപ്പോൾ ചിലതിനോട് നമ്മൾ നോ പറയുകയാണ്. അതിനോട് നോ പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത പല സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതിനോടൊക്കെ നോ പറയാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു നല്ല കഴിവാണ് കേട്ടോ.
ചിലതിനോട് നോ പറയാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യമുള്ള വ്യക്തിത്വമുണ്ടെന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പം ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുവാനായിട്ട് നമ്മൾ ഇതുവരെ കണ്ടത്, ഒന്ന്, നമ്മൾ പ്രയോറിറ്റി നിശ്ചയിക്കണം. 2, നമുക്കൊരു പ്ലാനിങ് ഉണ്ടാകണം. 3, ചിലതിനോട് നോ പറയാനായിട്ട് നമുക്ക് സാധിക്കണം. 4, ചെയ്യുന്ന സംഗതികൾ ഒരു മോട്ടിവേഷൻ നമുക്കുണ്ടാകണം. അതായത് പഠിക്കുന്ന ഉടനെ ഈ ഒരു മോട്ടിവേഷൻ ഇല്ലെങ്കിൽ പഠിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ മോട്ടിവേഷൻ എങ്ങനെയാണ് കിട്ടുന്നത്? ഇത് പഠിക്കാൻ എനിക്ക് സാധിക്കും, ഈ പഠനത്തിലൂടെ ഞാൻ വളരും, ഇതെൻ്റെ ഭാവിയാണ്, ഒരു ലക്ഷ്യം നമ്മൾ ക്രമീകരിക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമായൊരു മോട്ടിവേഷൻ കിട്ടും. മറ്റുള്ളവരിൽ നിന്ന് എക്സ്റ്റേണൽ മോട്ടിവേഷൻ നമുക്ക് ആവശ്യമായ രീതിയിൽ കിട്ടുമ്പോൾ അത് നമ്മൾ സ്വീകരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമയത്തെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പിന്നീട് നിങ്ങൾ ഒരിക്കലും സമയമില്ല എന്നുള്ള പല്ലവി ആവർത്തിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ സമയത്തെ പ്രോപ്പറായിട്ട് ഉപയോഗിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് സമയത്തെ തന്നിരിക്കുന്നു. ദൈവത്തോടുകൂടെ, ദൈവിക ബോധത്തോടുകൂടെ ആ സമയത്തെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഫലപ്രദമായ രീതിയിൽ നമുക്ക് സമയം ഉപയോഗിപ്പാൻ സാധിക്കും, നമുക്ക് ആരോഗ്യപരമായ രീതിയിൽ വളരുവാനും സാധിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടുന്ന വിലാസം: ദ പ്രൊഡ്യൂസർ, ബി പോസിറ്റീവ്, ഷാലോം TV, പെരുവണ്ണാമൂഴി, കോഴിക്കോട്. ബി പോസിറ്റീവ് പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇനി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേരുന്നു. ബി പോസിറ്റീവ്.